അരിമത്യക്കാരനായ യോസേപ്പും ആ യോസേപ്പിന് യേശുക്രിസ്തുവിനോടുണ്ടായിരുന്ന ബന്ധവും, ആ ബന്ധമാണ് യേശുക്രിസ്തുവിൻ്റെ മരണശേഷം അവൻ ശരീരം എടുക്കുവാനും കല്ലറയിൽ പുതുതായി പണി കഴിപ്പിച്ച കല്ലറയിൽ ശീലയിൽ പൊതിഞ്ഞ് ആ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കൊണ്ടുവെക്കുവാനും ഒക്കെ ഇടയായത് യോസേപ്പിന് യേശുവുമായിട്ടുള്ള ബന്ധമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ പരസ്യ ബന്ധങ്ങളെക്കാൾ വലുതാണ് രഹസ്യ ബന്ധങ്ങൾ. ലോകത്തിൽ പല പരസ്യ ബന്ധങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ യേശുവിനെ നമ്മളൊക്കെ പരസ്യമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, പ്രസംഗം ചെയ്യുന്നുണ്ട്, അങ്ങനെ പരസ്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനേക്കാളൊക്കെ വലുതാണ് യേശുവുമായിട്ടുള്ള രഹസ്യബന്ധം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം നമ്മൾ ഈ പരസ്യ കൂട്ടായ്മകളെക്കാൾ, പല പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പരസ്യ കൂട്ടായ്മകളെക്കാളൊക്കെ വലുതാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിലുള്ള ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത്. സത്യത്തിൽ ആ രഹസ്യ ബന്ധം നമ്മുടെ അകത്തെ മനുഷ്യനും യേശുവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഈ പുറത്തെ ശരീരത്തെ ഈ ആലയത്തിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഈ പുറത്തെ ശരീരത്തെ നമ്മൾ ഈ ആലയത്തിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തുകയും ഈ പുറം ശരീരത്തെ നമ്മൾ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ക്ഷയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനുമായുള്ള ദൈവിക ബന്ധം വർദ്ധിപ്പിക്കാനാണ്. ഹല്ലേലൂയ. ആ അകത്തെ മനുഷ്യനുമായിട്ടുള്ള ദൈവിക ബന്ധമാണ് യഥാർത്ഥ ബന്ധം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞാണ്, നമുക്ക് പോകാനുള്ളതും ഈ പുറത്തെ മനുഷ്യനല്ല, യേശുവിനോട് കൂടെ ഇനിയും ജീവിക്കാനുള്ളതും വസിക്കാനുള്ളതും പോകാനുള്ളതും എല്ലാം ഈ പുറത്ത് കാണുന്ന മനുഷ്യനല്ല, നമ്മുടെ അകത്തിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ അകത്തെ മനുഷ്യന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ കരുതാൻ കഴിയും, അവന് വേണ്ടി ചിന്തിക്കാൻ കഴിയും, അവന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ആർക്ക് വേണ്ടി? അകത്തെ മനുഷ്യന് വേണ്ടി ചിന്തിക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. അകത്തെ മനുഷ്യന് വേണ്ടി ധനം സമ്പാദിക്കാൻ കഴിയും. അകത്തെ മനുഷ്യന് വേണ്ട എല്ലാ, ഒരു കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ച് ലോകത്തിലോട്ട് വിടുന്നത് പോലെ നാം നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടി എല്ലാം ചെയ്യാൻ നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കഴിയും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യൻ ശരീരത്തിലിരിക്കുന്നു. ആ മനുഷ്യൻ ആരാണ്? അകത്തെ മനുഷ്യൻ. അവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ എന്ത് ചെയ്യേണ്ടി വരും? അപ്പം നല്ലൊരു അകത്തെ മനുഷ്യന്, എനിക്ക് നല്ലതൊന്നും പ്രാപിപ്പാൻ എന്നെ ഒരുക്കുന്ന സമയമാണ് ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്ന സമയം എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്നോട് പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാവി നന്നായിരിക്കാൻ ഞാൻ എന്നെ ഒരുക്കുന്ന സമയമാണ് ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലത് ചെയ്യുക, നന്മ ചെയ്യുക. അത് ചെയ്യണമെങ്കിൽ യേശുവുമായി നമുക്ക് എന്തുണ്ടായിരിക്കണം? രഹസ്യമായ അല്ലെങ്കിൽ ആത്മീക ബന്ധം, ആത്മാവിൻ്റെ ബന്ധം നമുക്കുണ്ടായിരിക്കണം. അരിമത്യക്കാരനായ ഈ യോസേപ്പിന് നമ്മൾ വിചാരിക്കുന്ന പോലെ പരസ്യ ബന്ധങ്ങളൊക്കെ വളരെ കുറവായിരുന്നെങ്കിലും അവന് രഹസ്യ ബന്ധം യേശുവുമായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പരസ്യ ബന്ധങ്ങളെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ പരസ്യബന്ധമുള്ള ആളാണ് പത്രോസൊക്കെ. അവൻ യേശുവിനെ 3 വട്ടം എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു. പക്ഷേ
രഹസ്യബന്ധം ഉണ്ടായിരുന്ന അരിമത്യക്കാരനായ യോസേഫ് യേശുവിന്റെ ശരീരം അത്രയും പബ്ലിക്കായിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്? ആ ഘട്ടത്തിൽ യേശുവിന്റെ ശരീരം ക്രൂശിൽ നിറക്കി അതിനെ ശീലമേൽ പൊതിഞ്ഞ് അതിനെ കല്ലറയിലേക്ക് അവൻ എന്ത് ചെയ്യുകയാണ്? കൊണ്ടുവന്ന് വെക്കുകയാണ്. നോക്കണം, ഒരു റിയൽ ശിഷ്യന്റെ കടമ, ദൈവം ഏൽപ്പിച്ച കർത്തവ്യം, തന്നെ ആത്മാവിൽ എന്ത് കാര്യത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടോ അത് കറക്റ്റ് സമയത്ത് ചെയ്യുവാൻ അവൈലബിൾ ആയിട്ടുള്ള, അത് കറക്റ്റ് സമയത്ത് ചെയ്യുവാൻ ഹല്ലേലൂയ, യേശുവിനെ ഒരു വാക്ക് കൊണ്ടുപോലും ഒരു മനസ്സുകൊണ്ട് പോലും തള്ളിക്കളയാതെ ആ കാര്യം ചെയ്യുവാൻ, യേശുവിന്റെ ശരീരം ഇറക്കുവാൻ തയ്യാറാകുന്ന അരിമത്യക്കാരനായ യോസേഫാണ് ഹല്ലേലൂയ ഏറ്റവും മഹാനായ ഹല്ലേലൂയ ഈ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും പറഞ്ഞെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തെ നാം അളക്കുന്നത്, ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ ആത്മീകനാണോ എന്ന് എനിക്കറിയാൻ ദൈവം ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ചു, ഒത്തിരി അത്ഭുതം അടയാളമൊക്കെ എന്ത് ചെയ്തു? എൻ്റെ നാമത്തിൽ നിങ്ങളെ ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആത്മീകരാണോ എന്നറിയാൻ യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അല്ലെങ്കിൽ നമ്മൾ ഭക്തരാണോ എന്ന് നമുക്ക് തന്നെ അളക്കാൻ കഴിയുന്ന ഒരു ടിപ്സ്, അതാണ് നമ്മളിവിടെ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചാട്ടെ, വേറെ ആൾ വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 27-57 വാക്യാണ് വായിച്ചാട്ടെ. ഈ കാര്യവും മഗ്ദലമറിയം ഏറ്റവും വിലയേറിയ കാര്യം തൈലം യേശുവിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് ഒഴിച്ച് അവളുടെ തലമുടി കൊണ്ട് തുടച്ചതും തമ്മിൽ എന്താ വ്യത്യാസം? മാച്ച് ചെയ്ത് അല്ലേ? ഇവിടെ അവന്റെ ശരീരം ഏറ്റവും വിലയേറിയ പുതിയതായി വെട്ടിയ കല്ലറയിൽ നല്ല മനോഹരമായ ശീലകളാൽ പൊതിഞ്ഞ് യേശുവിനെ നന്നായി അവിടെ എന്ത് ചെയ്യുകയാണ്? യേശുവിനെ ശവസംസ്കാരം ചെയ്യുകയാണ്. യേശു ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ കാൽക്കലേക്ക് ഏറ്റവും വിലയേറിയ സ്വച്ഛ ജഡ മാംസ തൈലം കൊണ്ടുവന്ന് ഒഴിച്ച് അവനെ എന്ത് ചെയ്യുകയാണ്? ആ റൂം മുഴുവൻ പരിമളമാക്കി തീർത്ത മറിയയും അല്ലേ, 3-ാം ദിവസം അതിരാവിലെ അല്ലേ ഒരുക്കി കല്ലറയിലേക്ക് ഓടിച്ചെല്ലുന്ന മഗ്ദലമറിയയും, ഇവരെല്ലാം ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. യേശുവിനോടുള്ള ബന്ധമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അത് കാണിക്കുന്നത്. യേശുവിനോടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ഒരേ കാറ്റഗറിയാണ് ഇവരെല്ലാം. ഈ കാറ്റഗറിയിലാണോ ഞാനും നിങ്ങളും എന്നൊക്കെ എന്ത് ചെയ്താൽ മതി? ഒന്ന് നമ്മൾ ചിന്തിച്ച, ദൈവത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഏത് കാറ്റഗറിയിലാണ് ഞാൻ നിൽക്കുന്നത്? ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ലൗകിക ബന്ധത്തെക്കാൾ വലുതാണ് യേശുവിനോടുള്ള ബന്ധം. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, രക്തബന്ധത്തെക്കാൾ വലുതാണ് യേശു ക്രിസ്തുവിന്റെ രക്തവുമായിട്ടുള്ള ബന്ധം. രക്തബന്ധത്തിന്റെ കൂട്ടായ്മയേക്കാൾ വലുതാണ് യേശുവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ചുള്ള കൂട്ടായ്മ, ബന്ധം. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ശരീരത്തിൽ ഒരപ്പനും അമ്മയ്ക്കും പിറന്ന, ഒരു വല്യപ്പനും വല്യമ്മയ്ക്കും പിറന്ന, ഒരു കുടുംബ പേരുള്ള, ഒരേ രക്തത്താൽ പിറന്ന ആ ബന്ധങ്ങളെക്കാളൊക്കെ വലുതാണ് യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും തമ്മിലുള്ള കൂട്ടായ്മ. ഇനി നിങ്ങൾ ചിന്തിച്ചാൽ മതി, 2025 അല്ലേ, നമ്മൾ ഭക്തരാണോ എന്ന് അറിയാൻ
ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോൺ ചെയ്തതും, നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടതും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചതും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചതും, നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സ് കൊണ്ടുവന്ന് വെച്ചതുമെല്ലാം രക്തബന്ധങ്ങളിലാണെങ്കിൽ യേശുവിനോടുള്ള ബന്ധം, ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ വളരെ വെളിയിലായിരുന്നെന്നും, നമ്മുടെ സമയങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം, നമ്മുടേതെല്ലാം ചെറുതു തൊട്ട് വലുത് വരെ, പണം തൊട്ട് ലോകം തൊട്ട് സകലതും യേശുവിനോടായിരുന്നു കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മളുടെ ആത്മീകത വളരെ വലുതായിരുന്നു എന്നാ അതിന്റെ അർത്ഥം. ഒന്നുകൂടെ പറയണേ, രക്തബന്ധങ്ങളെക്കാൾ വലുതാണ്, അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒരപ്പത്തിന്റെ ബന്ധങ്ങളെക്കാൾ, ഒരു പാർട്ടിയുടെ ബന്ധങ്ങളെക്കാൾ, ഒരു സൗഹൃദ ബന്ധങ്ങളെക്കാൾ, അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും ഒക്കെ പറഞ്ഞ രക്തബന്ധങ്ങളെക്കാൾ ഒക്കെ വലുതാണ് യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവും സംബന്ധിച്ചുള്ള കൂട്ടായ്മ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവമക്കളുമായിട്ടുള്ള ബന്ധം. മനസ്സിലാവുന്നുണ്ടോ? ആ ബന്ധത്തിലായിരുന്നു നിങ്ങൾ 2025 സമയങ്ങൾ കൂടുതലും ചെലവഴിച്ചതെങ്കിൽ, ചെലവിട്ടതെങ്കിൽ, ചിന്തിച്ചതെങ്കിൽ, നടന്നതെങ്കിൽ, പ്രവർത്തിച്ചതെങ്കിൽ യേശുവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കൂട്ടായ്മയിലായിരുന്നു ഞാനും നിങ്ങളും ഇരുന്നത് എങ്കിൽ, ഇന്ന് പകൽ കൃത്യമായി പറയാം, അങ്ങനെയായിരുന്നു ഇരുന്നത് എങ്കിൽ ഒറ്റ കാര്യം ഉറപ്പിച്ചോളുക, നമ്മൾ ആത്മീയതയിൽ വളർന്ന വളരെ ഉന്നത നിലവാരത്തിലായിരുന്നു 2025. ഹല്ലേലൂയ. ഇനി 2026 വരുമ്പോൾ ഇനി എങ്ങനെ അത് പറ്റിയിട്ടില്ലെങ്കിൽ 2026 വരുമ്പോൾ കർത്താവേ എൻ്റെ പരാജയം എന്താന്ന് മനസ്സിലാക്കി ദൈവത്തോടും ദൈവരാജ്യത്തോടും ദൈവസഭയോടും അരിമത്യക്കാരനായ യോസേപ്പിനെ പോലെ കർത്താവിൻ്റെ ശരീരത്തോടും കർത്താവിൻ്റെ രക്തത്തോടും അവൻ്റെ ബോഡിയോടും ഉള്ള സ്നേഹവും കൂട്ടായ്മയും കാണിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നെങ്കിൽ നമ്മൾ ഭാഗ്യമേറിയവരാണ്. എന്നോട് സ്തോത്രം ചെയ്താട്ടെ. ലോകം നമ്മെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചതിക്കരുത്. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മൾ ലോകത്തിന്റെ വഞ്ചനയിൽ നമ്മൾ പാർക്കുന്ന, നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ജനിച്ച, നാം ചിന്തിക്കാൻ വകയുള്ള ഇടങ്ങളിലേക്കല്ല, അതിനു വേണ്ടിയല്ല യേശു എന്നെയും നിന്നെയും വീണ്ടും ജനിപ്പിച്ചതെന്നും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതെന്നും യേശുവിന്റെ മകനാക്കി മകളാക്കി മാറ്റിയതെന്നും അതിനു വേണ്ടിയല്ല എന്നറിഞ്ഞുകൊണ്ട് യേശുവിന്റെ ശരീരത്തോടും അവന്റെ രക്തത്തോടും അവന്റെ മക്കളോടും അവന്റെ ജനത്തോടും ഒരുമിച്ച് നിനക്കുള്ള സമയങ്ങൾ, നിനക്കുള്ള നന്മകൾ, നിനക്കുള്ള ജീവിതം, നിനക്കുള്ള ആരോഗ്യം, നിനക്കുള്ളതെല്ലാം അതിനോടൊരുമിച്ച് ചെലവഴിക്കാനാണ് ദൈവം നിന്നെ ശിഷ്യനാക്കിയത്, ദൈവം നിന്നെ മകനാക്കിയത്, അവന്റെ മകളാക്കിയത് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽ മറന്നു കളയാതിരിക്കട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും വചനം പറയുന്നു പലരാണ്. അതെല്ലാം ആരാണ്? പലരാണ്. അങ്ങനല്ലേ? അതുകൊണ്ട് പലരായ നാം, ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും എന്താണ്? പലരാണ്, അതൊന്നല്ല. ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും എന്തല്ല? ഒന്നല്ല, അതെന്താണ്? പലരാണ്. ഇത് രക്തബന്ധമായെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ലോകത്തിലുള്ള എല്ലാ, അതിനൊക്കെ ബഹുമാനവും കൂട്ടായ്മയും ഒക്കെ കൊടുക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും എന്താണ്? പലരായ ബന്ധങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? പലരായ, ഒരിക്കലും ഒരുമിക്കത്തില്ല. ഇരുമ്പും കളിമണ്ണും പോലെയാണ്. പാപം ഉള്ളിടത്തോളം കാലം
ഇന്ന് സ്നേഹിക്കുന്ന ആളെ തള്ളിപ്പറയും, ഇന്ന് ചിരിക്കുന്ന ആളെ കരയും, ഇന്ന് കൂടെ നിൽക്കുന്ന ആളെ എന്ത് ചെയ്യും? നമ്മള് ദൂരെ നിൽക്കും. ഇങ്ങനെയാണ് ഈ ബന്ധത്തിന്റെ പേര് പലരായ ബന്ധം. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലെ ബന്ധങ്ങളൊന്നും നിങ്ങൾ റെഡിയാക്കാൻ പോയാലൊന്നും അതൊന്നും നടക്കത്തില്ല. അതൊക്കെ എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ഒരു കേട് അതിന് ഉണ്ടാകും. അത് ലോകത്തിലായതുകൊണ്ട്, പാപമുള്ള ലോകത്തിലായതുകൊണ്ട് ഉണ്ടാകും. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളെ റെഡിയാക്കുക. വേറൊരാളെ റെഡിയാക്കാൻ എന്ത് ചെയ്യണ്ട, പോകണ്ട. നമ്മളെ റെഡിയാക്കുക. ക്രിസ്തുവിൽ അല്ലേ പലരായ നാം. അതുകൊണ്ട് നാം ക്രിസ്തുവിൽ എന്താണ്? അപ്പൊ ഈ പലതിനെ ഒന്നാക്കുന്ന ഇടമാണ് ഏത്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ ഈ പലതെല്ലാം കൂടെ എന്താകും? ഒന്നാകും. ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പറഞ്ഞു മനസ്സിലായില്ലേ? യേശുവിലൂടെ ഈ പലതെല്ലാം എന്താകും? നമ്മുടെ കടമ എന്താണെന്നറിയോ? എന്റെ അപ്പനും അമ്മയും സന്തോഷമായിരിക്കുന്നല്ല, അവര് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ആ ബന്ധം എന്ന് പറയുന്നത്. എന്റെ മക്കളും കുടുംബവും നാട്ടുകാരും എല്ലാം, അവർക്കെല്ലാം നല്ല അനുഗ്രഹവും എല്ലാം ഉണ്ട്, സുഖമായി ഇരിക്കുന്നു എന്നല്ല, അവര് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ എവിടെ ഇരുത്തുക? ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇരുത്തുക. ഹല്ലേലൂയ. ഒരു ബന്ധുക്കളുടെ വീട്ടിൽ കടന്നുപോയാൽ അവരെ ക്രിസ്തുവിലാക്കുക, യേശുവിലാക്കുക. ഒരു ഫോൺ എടുത്ത് ഫോൺ വിളിച്ചാൽ അവരെ യേശുവിനെ കുറിച്ച് പറയുക. ഏതെങ്കിലും കാര്യം ചിന്തിച്ചാൽ യേശുവിനെ കുറിച്ച് അവരിൽ ചിന്തിക്കുക. അങ്ങനെ യേശുവിലൂടെ ഈ ബന്ധങ്ങളെല്ലാം എന്താകുന്നു? ഒരു ശരീരം ആകുന്നു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ഇങ്ങനെ ആക്കിക്കോണം കേട്ടോ. നമ്മൾ പുതിയ വർഷത്തിൽ എല്ലാ ബന്ധങ്ങളെയും, വിവരങ്ങളും, നാടും വീടും, അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും, കുറ്റവും കുറവും, നമ്മുടെ വേദനയും നമ്മുടെ നടുവേദനയും രോഗവും ഒന്നും പറഞ്ഞ് നമ്മൾ സമയം കളയാതെ എല്ലാ രക്തബന്ധങ്ങളുടെ ടോക്കിങ്ങുകളിലും എല്ലാം ഒന്നാക്കണം. ആരിൽ ഒന്നാക്കണം? യേശുവിൽ ഒന്നാക്കണം. ആ ബന്ധത്തെ കർത്താവ് അംഗീകരിക്കൂ. ഹല്ലേലൂയ. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ആ ബന്ധത്തെ ആരംഗീകരിക്കൂ? കർത്താവ് അംഗീകരിക്കൂ. ആ ബന്ധമേ തലയായ യേശുവിലോട്ട്, സ്വർഗത്തിലോട്ട് ചേരൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഒരു വലിയ മോഡോടെ, ആ വലിയൊരു കാഴ്ചപ്പാടോടെ, ആ വലിയൊരു ചിന്തയോടെ എന്റെ സമശിഷ്ടങ്ങൾ അവര് പലരാണ് കർത്താവേ, അതെല്ലാം എന്നിലേക്ക് യേശുവിൽ ഒന്നാകട്ടെ, യേശുവിൽ ഒന്നാകട്ടെ, ദൈവരാജ്യത്തിൽ ഒന്നാകട്ടെ, ദൈവസഭയിൽ ഒന്നാകട്ടെ. ക്രിസ്തു എന്ന ശരീരമായി ഒരുമിച്ച് വളരാൻ നീ അവരെ കൂടെ കൂട്ടി വരുത്തണമേ, അവരെ കൂടെ ഒരുക്കണമേ, ആത്മാവിൽ പണിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു പുതിയ വർഷം ദൈവം നമുക്ക് തരുന്നെങ്കിൽ, അതിനായി നമ്മൾ ഒരുക്കപ്പെടുന്നെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ തലമേൽ, നമ്മുടെ ശിരസിന്മേൽ, നമ്മുടെ ഹൃദയത്തിന്മേൽ, നമ്മുടെ ആന്തരിക ആത്മാവിന്മേൽ അയച്ച് നമ്മിലൂടെ അടുത്ത പുതിയ വർഷം ദൈവം വൻകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് യോസേപ്പിനെ അരിമത്യക്കാരനായ, അല്ലേ നമ്മളിവിടെ വായിച്ചത്, അരിമത്യക്കാരനായ യോസേപ്പിനെ പോലെ യേശുവുമായിട്ടുള്ള ബന്ധം, കൂട്ടായ്മ, സ്നേഹം എല്ലാം ഒരുമിച്ച് അടുപ്പിച്ചു വെക്കുക. അവൻ ആർക്ക് വേണ്ടി പണിത് വെച്ചതാണെന്നും അറിയത്തില്ല ഈ കല്ലറകളൊന്നും. പക്ഷേ യേശുവുമായിട്ടുള്ള ബന്ധമാണ് യേശുവിനെ അവൻ ആ കല്ലറയിൽ കൊണ്ടുവരുവാനിടയായത്. എന്ന് പറയുന്നത് പോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ എന്ത് ചെയ്തോളുക? അടിച്ചുറപ്പിക്കുക, ആട്ടിയുറപ്പിക്കുക, ഒന്നാക്കുക. അവന്റെ ശരീരവും അവന്റെ രക്തവും സംബന്ധിച്ച ആ കൂട്ടായ്മ, ആ ബന്ധം, അതാണ് വലുതെന്ന് നമ്മൾ അറിയുക. ഗലാത്യലേഖനം 3:26 കൂടെ വായിച്ചിട്ട് നമ്മൾ നിർത്തും. ക്രിസ്തുവിലെ വിശ്വാസത്താൽ
നിങ്ങളെല്ലാവരും ആരാണ്? ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ അപ്പനും മക്കളും ബന്ധമൊക്കെ എവിടെയാണ്? ക്രിസ്തുവേശുവിലെ വിശ്വാസത്താലാ. അതാണ് ദൈവത്തിന്റെ ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെയാ കിടക്കുന്നത്. നമ്മുടെ ബന്ധം വേറൊരു ലൈനില്ല. അതിന് പലരായ എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നമ്മളെല്ലാവരും ആരാണ്? ദൈവത്തിന്റെ മക്കളാകുന്നു. ആ ബന്ധത്തെ നമ്മൾ കെട്ടിപ്പടുത്തോണം. ആ മക്കളുമായിട്ടുള്ള സൗഹൃദം, ആ കണക്ഷൻ, ആ ബന്ധം, ആ മക്കളുമായിട്ടുള്ള സഹിത്വം, ആ മക്കളുള്ള കൂടിക്കാഴ്ചകൾ, ആ മക്കളുള്ള അത്താഴങ്ങൾ, ആ മക്കളുമായി അപ്പന്റെ കൂടെ ഇരുന്നുള്ള ആ ബന്ധങ്ങൾ, അതായി ദൈവസഭ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നേ. ഹല്ലേലൂയ. ആ ബന്ധത്തെ പുതിയ വർഷത്തിൽ വളർത്തിയെടുക്കുവാൻ അപ്പന്റെ മക്കളായി, നല്ല മക്കളായി, നല്ലൊരു കുടുംബമായി, അത് പലരായി പോകാതെ, അത് ചിതറിപ്പോകാതെ പുതിയ വർഷത്തിലും ദൈവം അതിനായി നമുക്ക് കൃപ നൽകട്ടെ. സഭയ്ക്ക് അതിനായി കൃപ നൽകട്ടെ. ആ ഒരു കാഴ്ചപ്പാടോടെ, ആ ഒരു വലിയ വിശാല മനസ്സോടെ മുൻപോട്ട് പോകുവാൻ നമ്മളെ തന്നെ ഒന്നുകൂടെ തിരുത്തി ദൈവരാജ്യത്തോട്, ദൈവസഭയോട്, ദൈവത്തോട് ശുശ്രൂഷ ചെയ്യുന്ന ഹല്ലേലൂയ വേലക്കാരോടൊക്കെ കൂട്ടായ്മ പുലർത്തി ഹല്ലേലൂയ യേശുവിന്റെ മക്കളായി മുൻപോട്ട് പോകാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. അതുകൊണ്ട് യേശു എന്ന ശരീരത്തോട്, ആ ആലയത്തോട്, ആ വാക്കിനോട്, ആ ചിന്തയോട് ഞാനും നീയും ചേർന്നിരിക്കുക, അവന്റെ മക്കളായിരിക്കുക. അവനുമായി കൂട്ടായ്മ, ആ രക്തവുമായി കൂട്ടായ്മ, ആ ശരീരവുമായി കൂട്ടായ്മ, ആ ആത്മാവുമായി കൂട്ടായ്മ, ആ ബന്ധത്തെ ഒന്നുകൂടെ ദൃഢമാക്കി അരിമത്തേലെ യോസേഫിനെ പോലെ വിലപ്പെട്ടതെല്ലാം ദൈവമേ നിനക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ രഹസ്യ ബന്ധത്തെ, ആത്മബന്ധത്തെ ഒന്നുകൂടെ പുതുക്കി പണിയുവാൻ ദൈവം പുതിയ വർഷം നമുക്ക് കൃപ നൽകട്ടെ. അതിനായി എല്ലാവർക്കും ഒരുങ്ങാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ എല്ലാ നന്മകളാലും ദൈവം നമ്മെ നിറയ്ക്കട്ടെ. അവന്റെ കൃപ ഇന്ന് പകൽ നമ്മുടെ മേലുണ്ടാകട്ടെ. അവന്റെ സാന്നിധ്യം സഹിത്വം ഉണ്ടാകട്ടെ. എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കട്ടെ. ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും ക്രിസ്തുവിൽ ഒന്നാക്കുവാൻ, എവിടെയെങ്കിലും ഇടർച്ചകൾ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും മനസ്സ് മാറുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ശരീരം വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ലൗകിക ബന്ധങ്ങളെ വലുതായി കാണുന്നുണ്ടെങ്കിൽ, അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമേറിയതാണ് യേശുവുമായുള്ള ബന്ധമെന്ന്, അവന്റെ ജനവുമായുള്ള ബന്ധമെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അവങ്കിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു